നമസ്തേ, ഞാൻ ഡോക്ടർ ജെ മാത്യു, അങ്കമാലി അപ്പോളോ അറ്റ്ലറ്റ്സ് ആശുപത്രിയിൽ പൾമണോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടന്റ്. പുകയിലയുടെയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെയും ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഈ കൊല്ലത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം അൺമാസ്ക് ദി അപ്പീൽ, കൗണ്ടറിംഗ് ടുബാക്കോ ആൻഡ് നിക്കോട്ടിൻ അഡിക്ഷൻ, അഥവാ ആകർഷണം വെളിപ്പെടുത്തുക, പുകയിലയുടെയും നിക്കോട്ടിന്റെയും ആസക്തി നേരിടുക എന്നതാണ്. പുകയിലയുടെയും നിക്കോട്ടിന്റെയും വ്യവസായങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ആകർഷകമാക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികൾ, കൗമാരക്കാർ, യുവാക്കൾ എന്നിവരെ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളത് തുറന്നു കാട്ടുന്നതിലാണ് ഈ കൊല്ലത്തെ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആധുനിക നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ ഫാഷനബിൾ, ഹൈടെക്, ആകർഷകം, രുചികരം, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തത്, സാമൂഹികമായി സ്വീകാര്യമായത് എന്നീ തെറ്റായ സന്ദേശങ്ങളാണ് ഈ വ്യവസായങ്ങൾ സമൂഹത്തിൽ പരത്തുന്നത്. ഈ കൊല്ലത്തെ ക്യാമ്പയിൻ പ്രോത്സാഹിപ്പിക്കുന്നത് പുകയിലയ്ക്കും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന നികുതി ഉൾപ്പെടെയുള്ള നിയന്ത്രണം, പരസ്യത്തിലും സ്പോൺസർഷിപ്പിലും നിയന്ത്രണങ്ങൾ, പ്ലെയിൻ പാക്കേജിംഗ് പ്രോത്സാഹിപ്പിക്കുക, ആകർഷകമായ സ്വാദുകൾ നിരോധിക്കുക, പുകവലി ഇല്ലാത്തതും വേപ്പ് രഹിതമായ പൊതു ഇടങ്ങൾ, പുകവലി നിർത്തലാക്കാൻ മെച്ചപ്പെട്ട പിന്തുണ എന്നിവയാണ്. ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായ പുകയിലയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുവാനായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.